ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനിൽ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും കൃഷികളും ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ ചെടികളൊക്കെ സീനു കുഴിച്ചിടണം കേട്ടോ. എൻ്റെ അനിയത്തി, അവൾക്ക് ഇങ്ങനത്തേനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതൊക്കെ അവൾ കുഴിച്ചിടുന്നതാണ്. അപ്പോൾ നമ്മൾ വീടായാലും കുറച്ച് ചെടികളും കൃഷികളും ഒക്കെ വേണമല്ലോ. കുറച്ച് സ്ഥലമാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുവിധം അല്ലാതെ നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കണം എന്നാട്ടോ എൻ്റെ ഒരു ഇത്. അപ്പോൾ അതാ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് വിഷം കലർത്തിയതല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ ഈ മല്ലിക എന്ന് പറഞ്ഞാൽ എന്നും നല്ല അടിപൊളിയായിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, മല്ലിക, റോസാപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ ചെടി ഇലയിലേറെ കൂടുതൽ അതിൽ പൂക്കളാണല്ലോ ഉണ്ടാവുക. കാണാൻ തന്നെ നല്ല ഭംഗിയാവും. പിന്നെ ഇതാട്ടോ ഈ ചെടി, ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളിയാക്കരം. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ചെടിയൊക്കെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ചെടിയാണല്ലേ. ഇതിൻ്റെ പേരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് എൻ്റെ ഉമ്മാൻ്റെ സെക്ഷനാണ് കേട്ടോ. അതാ കൃഷികളൊക്കെയാണ്. കറിവേപ്പില, നമ്മളൊരു വീടായാൽ കറിവേപ്പില, കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, തുളസിൻ്റെ ഇല ഒക്കെ അത്യാവശ്യമാണ് അല്ലേ. കറിവേപ്പിൻ്റെ ഇല അതാ എത്ര നമ്മൾ കറിയിലിട്ടാൽ, അതുപോലെ തൂമിക്കണിയിൽ ഭക്ഷണത്തിൽ എത്ര ആഡ് ചെയ്താലും നമുക്കത് അത്രയും ഹെൽത്തിയാണ് അല്ലേ. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. ഉമ്മക്ക് അറിയുണ്ടാവും. ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, ഇതൊക്കെ പുണ്ണിന് അങ്ങനത്തേനൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഇതാ അമ്മച്ചിൻ്റെ മുളക് ഇതാട്ടോ. മുളകൊക്കെ ഒരുപാടുണ്ട്, കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ മുളകും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചീനപ്പറങ്കി ഉണ്ടല്ലോ, ആ മുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടെന്ന് തോന്നുന്നത്. കുറച്ച് വെള്ളം തട്ടിയാൽ തന്നെ ഉണ്ടാവുന്ന സംഭവമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതാ ഇവരും ഉണ്ട് കേട്ടോ നമ്മളുടെ വീട്ടിൽ. ഇത് നമ്മുടെ ഉപ്പാൻ്റെ പണിയാണ് കേട്ടോ. ഉപ്പാക്ക് ഇങ്ങനത്തെ പശു, താറാവ്, കോഴി, മീൻ ഇവയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പം നമ്മളുടെ കോഴിയുടെ ഒക്കെ താറാവിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ അതാ ഇങ്ങനത്തെ കുറേ പക്ഷികളും തത്തയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വാഴയും കറുവത്തും ഇതിന്മേൽ ചിക്കൂസൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു തൈയും കൂടെ ഉണ്ട്. ഇത് ഉറുമാമ്പഴമാണ് തോന്നുന്നുണ്ട്.
അങ്ങനെ നമ്മൾ തൊടുവിൽ ഫുള്ള് ഏകദേശം പല ഐറ്റം തൈകളും കൃഷികളും എല്ലാതും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഒരുവിധ കറിക്കും കൂട്ടാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ താറാവുകൾ നമ്മളെ കുളത്തിൽ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഉപ്പാൻ്റെ പശുവാണ് കേട്ടോ. വേറെയുണ്ട് പശുക്കൾ. അപ്പോൾ ഈ പശുക്കളൊക്കെ നമ്മൾ കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. ഇപ്പൊക്കെ എപ്പോഴും ഇതും അങ്ങനെ പണിയായതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ കൊടുക്കാമെന്നാട്ടോ കരുതുന്നത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയാണ്ട് കുടിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ കുറച്ച് മുളക് തൈയെങ്കിലും കുഴിച്ചിട്ട് അവനവനക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ കൃഷികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എൻ്റെ വീട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വീടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. താങ്ക്